ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് മേഘ ഒരു കെട്ടിടം പണിയുടെ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ മേസ്ത്രിയോട് അവൾക്കും കൂടെ അവിടെ പണി കൊടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അവളെ കണ്ട സമയത്ത് അയാൾക്ക് തോന്നുകയാണ് വലിയൊരു വീട്ടിലെ പെൺകുട്ടിയാണെന്ന്. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ കാണുമ്പോൾ വലിയൊരു പൈസക്കാരായിട്ടുള്ള ആളെപ്പോഴാണ് തോന്നുന്നത്, അങ്ങനെയുള്ള നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്താ ജോലിക്ക് ചോദിക്കുന്നത്? അപ്പോൾ മേഘ സങ്കടത്തോടെ പറയുകയാണ്, കാണാനൊക്കെ അങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ഞാനിപ്പോൾ ഈ ഗ്രാമത്തിൽ ആദ്യമായിട്ട് വന്നിരിക്കുകയാണ്, കുടുംബം കുറച്ച് കഷ്ടപ്പാടിലാണുള്ളത്, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ജോലി തരണം. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, എത്ര വരെ പഠിച്ചിട്ടുണ്ടെന്ന്. മേഘ പറയുന്നുണ്ട്, ഞാൻ പഠിച്ച പഠിപ്പിനുള്ള ജോലിയൊന്നും എനിക്ക് എവിടെയും കിട്ടില്ല. മോളെ കാണുമ്പോൾ ഇതുപോലുള്ളൊരു ജോലി ചെയ്ത ആളായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നീ എങ്ങനെ ഇങ്ങനെയുള്ളൊരു ജോലി ചെയ്യുക? ഞാൻ കുറച്ചായിട്ട് ചെയ്തോളാം, എന്നിട്ട് മെല്ലെ മെല്ലെ പഠിച്ചോളാം, മേഘ പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, മോളെ ഞാനൊരു കാര്യം പറയാം, ഈ ജോലി നീ നന്നായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീട്ടിൻ്റെ ഉടമസ്ഥൻ എന്നെയാണ് വഴക്ക് പറയുക. ജോലിയിൽ എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാൽ അയാൾ പറയും, ഇങ്ങനെയുള്ള ജോലിക്കാരെയാണോ നീ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം, നല്ലോണം ജോലി ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞാൻ നിനക്ക് പൈസ തരുള്ളൂ. ദിവസവും കല്ലും മണ്ണും ഒക്കെ നന്നായിട്ട് ചുമക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ 500 രൂപ ശമ്പളം തരാം. എന്തു പറയുന്നു? ശരി ഏട്ടാ, ഞാൻ നല്ലോണം ജോലി ചെയ്തോളാം, മേഘ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്ക് ഭാഗത്ത് പണി നടക്കുന്നുണ്ട്, അവിടെ ഈ കല്ലും മണ്ണും ഒക്കെ ചുമന്ന് കൊണ്ടുപോയി കൊടുക്ക്. ശരി, ഞാൻ നല്ലോണം ജോലി ചെയ്തോളാം, ഞാൻ ഇപ്പോൾ തന്നെ ജോലിക്ക് കയറട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ശരി, എന്താ നിൻ്റെ പേര്? മേഘ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാളെ വിളിച്ചിട്ട് അയാൾ പറഞ്ഞു കൊടുക്കുകയാണ്, മുത്തു, ഇത് ഒരു പുതിയ പെൺകുട്ടിയാണ്, മേഘ എന്നാണ് ഇവളുടെ പേര്, ഇവൾ പുതിയതായിട്ട് ജോലിക്ക് വന്നതാണ്, ഇവളെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഇവൾക്ക് ജോലിയൊക്കെ പറഞ്ഞു കൊടുക്ക്. ശരി ഏട്ടാ. അതിനുശേഷം അയാൾ മേഘയ്ക്ക് പണി പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങോട്ട് നോക്ക്, ഇവിടെയുള്ള മണ്ണൊക്കെ ആദ്യം കൊണ്ടുപോയിട്ട് പിൻഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചെങ്കല്ലുണ്ടാവും, ആ ചെങ്കല്ല് 100 എണ്ണം ബാക്ക് ഭാഗത്ത് കൊണ്ടുപോയി കൊടുക്കണം. ശരി ഏട്ടാ. മേഘ അതും സമ്മതിക്കുകയാണ്. എനിക്ക് പറഞ്ഞു തന്നാൽ മതി ഏട്ടാ, ഞാനെല്ലാം ചെയ്തോളാം. അപ്പോൾ അവിടെയുള്ളൊരു സ്ത്രീ ആയിട്ടുള്ളൊരു ജോലിക്കാരി അയാൾ വിളിക്കുകയാണ്, ഉമ, ഇതാ ഇവള് പുതുതായിട്ട് ജോലിക്ക് വന്നതാണ്, ഇവൾക്ക് ജോലി ചെയ്യാനുള്ളതൊക്കെ നീ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ശരി ഏട്ടാ. അയാൾ അവിടെ നിന്ന് പോവുകയും ആ സ്ത്രീ മേഘയ്ക്ക് ജോലിയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. മേഘ വേഗം തന്നെ അവളുടെ സാരി അടുപ്പിൽ കുത്തിവെക്കുകയും മുടിയൊക്കെ ഉണ്ട പോലെ കെട്ടിവെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീ കയ്യിലൊരു തോർത്തുണ്ടായത് ചുറ്റിയിട്ട് മേഘയുടെ തലയിൽ തരിക പോലെ വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവർ സിമൻറ്റൊക്കെ അവിടുന്ന് ഒരു പാത്രത്തിൽ ഇതിലാക്കിയിട്ട് മേഘയുടെ തലയിൽ വെച്ചു കൊടുക്കുന്നുണ്ട്. മേഘയാണെങ്കിൽ അതും കൊണ്ട് മുകളിലേക്ക് പോവുകയാണ്. അവൾക്ക് കാലൊക്കെ നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു, കാരണം മുൻപ് ഇങ്ങനെ ഒരു ജോലി ചെയ്ത പരിചയമില്ലാത്തത് കൊണ്ട് മേഘയ്ക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നുവാണ്. പണി നടക്കുന്ന വീടായതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഓരോ സാധനങ്ങളൊക്കെ നിലത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേഘയുടെ കാലിൽ തട്ടുകയും തലയുടെ മുകളിൽ ആ ഒരു പാത്രം ഉള്ളത് കൊണ്ട് തന്നെ മേഘയ്ക്ക് താഴോട്ടേക്ക് നോക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഓരോ കല്ലും മണ്ണും ഒക്കെ അവളുടെ കാലിന് തട്ടിയിട്ട് അവൾക്ക് വേദനിക്കുന്നുണ്ടായിരുന്നു. എന്നാലും മേഘ പരാജയം സമ്മതിക്കുന്നില്ല. അവളത് വേദനയോടെ ആണെങ്കിലും അകത്തേക്ക് കൊണ്ടുപോവാണ്. മുകളിലെത്തിയിട്ട് സിമൻ്റ് അവിടെ ഇട്ടതിന് ശേഷം മേഘ അവളുടെ കാല് നോക്കുകയാണ്. അപ്പോൾ കാല് പൊട്ടിയിട്ട് ചോര വരുന്നുണ്ടായിരുന്നു. മേഘ മെല്ലെ കുഞ്ഞിരുന്നിട്ട് കാല് മെല്ലെ തിരുമ്മി കൊടുക്കുകയാണ്. അതിനുശേഷം വേദനയോടുകൂടി തന്നെ വീണ്ടും അവൾ ജോലിക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് മഹേഷ് ആണെങ്കിൽ ടൗണിലാണ് ഉണ്ടായിരുന്നത്. അവനൊരു കടയുടെ മുന്നിൽ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് കടയിൽ കയറി ചായക്ക് ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു കടയുടെ പെട്ടെന്ന് നോക്കുമ്പോൾ അയാൾക്ക് മഹേഷിനെ എന്തോ ഒരു പരിചയം തോന്നുന്നുണ്ട്, പക്ഷേ എവിടെയാണെന്ന് അയാൾക്ക് ഓർമ്മ കിട്ടുന്നില്ല. അയാളിങ്ങനെ കുറേ ചിന്തിക്കുകയാണ്, ഇവൻ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അയാളിങ്ങനെ ആലോചിച്ച് പിന്നീട് അയാൾ കയ്യിലുണ്ടായിരുന്നൊരു പേപ്പർ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ അതിനകത്തുണ്ടായിരുന്നു മഹേഷിൻ്റെ ഒരു ഫോട്ടോ. ഇവനെ കണ്ടുകിട്ടുന്നവർ പോലീസിൽ ഇൻഫോം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അറിയിപ്പായിരുന്നു അത്. അപ്പം തന്നെ അയാൾ ചിന്തിക്കുന്നുണ്ട്, ഇവൻ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ക്രിമിനലാണല്ലോ, എത്രയും പെട്ടെന്ന് പോലീസിന് ഇൻഫോം ചെയ്യാം. പക്ഷേ മഹേഷ് ആണെങ്കിൽ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അവൻ അവിടെ നിന്ന് കൂളായിട്ട് ചായ കുടിക്കുകയാണ്. അയാൾ വേഗം പോലീസുകാരെ കോൾ ചെയ്യുകയാണ്. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, ഞാൻ ചായക്കട നടത്തുന്നയാളാണ്, നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മഹേഷ് എന്ന പ്രതി ഇവിടെ എൻ്റെ കടയിലുണ്ട്. നീ പറയുന്നത് സത്യം തന്നെയാണോ? അതെ സർ, ഞാനിവിടെ നിന്ന് ശബ്ദം താഴ്ത്തിയാണ് പറയുന്നത്, അവൻ എൻ്റെ കൺമുന്നിൽ തന്നെയുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാം. ആ സമയം സംസാരിച്ചുകൊണ്ട് നീ അവനെ അവിടെ തന്നെ തടഞ്ഞു വെക്ക്. ശരി സർ, ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ശ്രമിക്കാം, എത്രയും പെട്ടെന്ന് വരൂ. എന്നിട്ട് പോലീസ് കോൺസ്റ്റബിൾ അയാൾ SIയോട് പറയാണ്, സാർ, നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മഹേഷ് അവിടെ ഒരു ചായക്കടയിലുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകണം, എങ്കിൽ നമുക്ക് അവനെ പിടിക്കാൻ സാധിക്കും. മഹേഷ് ചായ കുടിച്ച് തീരാറായിട്ടുണ്ടായിരുന്നു. ആ സമയം നോക്കി കടയുടമ പുറത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ മഹേഷ് പെട്ടെന്ന് തന്നെ കയ്യിൽ നിന്ന് പണം എടുത്ത് കൊടുക്കുകയാണ്. സർ, ഇതാ 500 രൂപ. അയ്യോ, 500 രൂപയാണോ? എൻ്റെ കയ്യിൽ ചില്ലറയില്ലല്ലോ. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, എൻ്റെ കയ്യിലും ചില്ലറയില്ലല്ലോ, ഞാൻ എവിടെ പോയി ചോദിക്കാനാ? ശരി, എങ്കിൽ ഞാൻ അടുത്ത കടയിൽ പോയി ഇതിന് ചില്ലറ വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അയാൾ വേഗം അതും കൊണ്ട് പോവുകയാണ്.
മഹേഷ് ചായ കുടിച്ചു കഴിഞ്ഞിട്ടും അയാൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അയാൾ കടയുടെ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പോലീസുകാർ വരുന്നതും കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ മഹേഷിനെ പിടികൊടുക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. മഹേഷ് ചായ കുടിച്ചു കഴിഞ്ഞിട്ട് ആ പയ്യനോട് ചോദിക്കുന്നുണ്ട്, ഏയ് നിങ്ങളുടെ കടയുടമയുടെ, എനിക്ക് പെട്ടെന്ന് തന്നെ പോവേണ്ടതാണ്, ഇതാ ഇപ്പം തന്നെ വരും സർ. അത് കേട്ടപ്പോൾ മഹേഷ് കാത്തു നിൽക്കുകയാണ് അയാൾക്ക് വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് 2 പോലീസുകാരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരാണെങ്കിൽ മഫ്തിയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെ കണ്ടപ്പോൾ കടയുടമ കാണിച്ചു കൊടുക്കുകയാണ്, സാർ അതാ അവനകത്തുണ്ട്, എത്രയും പെട്ടെന്ന് പോയി പിടിച്ചോ. മഹേഷും അവരെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ SI കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട്, ഇനി ഒരു കാരണവശാലും അവൻ രക്ഷപ്പെട്ടു പോകാൻ പാടില്ല, അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി വേണം അവൻ ഇത്തവണ പിടിക്കാൻ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരകത്തേക്ക് വരികയാണ്. അവരെ കണ്ടപ്പോൾ മഹേഷ് ശരിക്കും വരണ്ടു പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും തന്നെ പിടികൂടാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത് എന്ന് മഹേഷ് ചിന്തിച്ചിട്ടില്ല. അപ്പം വേഗം മുഖമൊക്കെ ഹൈഡ് ചെയ്തിട്ട് അറിയാത്തതുപോലെ നിൽക്കുകയാണ്. അവരും മഹേഷിന് മനസ്സിലാവാത്തതുപോലെ കടയിലേക്ക് പോയിട്ട് ഒരു ചായ താ എന്ന് പറയുന്നുണ്ട്. ആ സമയം മഹേഷ് ആണെങ്കിൽ തലതാഴ്ച നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവർ 2 പേരും 2 സൈഡിൽ നിന്നായിട്ട് മഹേഷിനെ വളഞ്ഞു പിടിക്കുകയാണ്. അങ്ങനെ പിടിച്ചപ്പോൾ മഹേഷ് ഒന്ന് പതറിപ്പോയിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങളുടെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെടുന്നതൊന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ മഹേഷിനെ പിടിക്കുന്നത്. ഇത്തവണ വലിയ 2 പോലീസുകാരാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മഹേഷിന് പെട്ടെന്നൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവരാണെങ്കിൽ മഹേഷിനെ ബൈക്കിൽ കൊണ്ട് അവരുടെ നടുവിൽ ഇരുത്തിയിട്ട് പോവുകയാണ്. മേഘ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ഷീണിതയായിട്ടുണ്ടായിരുന്നു. അവൾക്ക് അവർ ചെയ്യുന്നത് പോലെ വളരെ ഫാസ്റ്റായിട്ടൊന്നും ആ ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആ ഒരു ഓണർ വന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട്, ഏയ് എന്താ ഇങ്ങനെ മെല്ലെ ആടിക്കൊഴിഞ്ഞ് വരുന്നത്, ഇങ്ങനെ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഓണർ എന്നെയാണ് വഴക്ക് പറയുക, ഒന്ന് വേഗം പോകാൻ നോക്ക്. മേഘ മറുത്തൊന്നും പറയാതെ വളരെ സ്പീഡായിട്ട് നടക്കുകയാണ്. കഷ്ടപ്പെട്ടുകൊണ്ടാണ് അവൾ ജോലി ചെയ്യുന്നത്. കാരണം അവൾ അത്രയേറെ ക്ഷീണിതയായിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് മനോഹരൻ അതുവഴി പാസ് ചെയ്ത് പോകുന്നത്. മനോഹരൻ പെട്ടെന്ന് നോക്കുമ്പോൾ മേഘയെ അങ്ങനെ ഒരു ജോലിക്കാരിയായിട്ട് കാണുകയാണ്. ശരിക്കും പറഞ്ഞാൽ മനോഹരൻ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. മേഘയാണോ ഈ ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ അയാളുടെ മനസ്സിൽ സാധാരണ പോലെ തന്നെ ചിന്ത വരികയാണ്, ദൈവമേ, ഇപ്പോൾ ഇവളുടെ കണ്ണിൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നെയും കൂടി ചേർത്തിട്ട് ഇവൾ ജോലി എടുപ്പിക്കും. മേഘയാണെങ്കിൽ നന്നായി ക്ഷീണിച്ചിട്ടാണുള്ളത്. അവൾക്ക് നടക്കാനൊന്നും വയ്യ. നല്ല ക്ഷീണത്തോടെയാണ് അവൾ ചെല്ലുന്നത്. അപ്പോൾ അവളുടെ മുഖം കണ്ടപ്പോൾ മനോഹരൻ ചിന്തിക്കുന്നുണ്ട്, പാവം മേഘ, കറങ്ങുന്ന കസേരയിൽ AC-യിൽ ഇരുന്ന് ജോലി ചെയ്തവളാണ്. ഈ ഒരു ചൂടും വെയിലും ഒന്നും കൊണ്ട് ഇങ്ങനെ ജോലി ചെയ്യാനൊന്നും ഇവളെ കൊണ്ട് സാധിക്കില്ല. പാവം തോന്നുന്നു. മേഘ നടക്കാനാവാതെ ജനലൊക്കെ പിടിച്ച് മെല്ലെ മെല്ലെ നിരങ്ങിയാണ് പോകുന്നത്. അപ്പോൾ മനോഹരൻ ചിന്തിക്കുന്നുണ്ട്, പറഞ്ഞിട്ടെന്താ, ഇതിലൊന്നും കഷ്ടമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവളുടെ അഹങ്കാരം ചെറുതൊന്നും ആയിരുന്നില്ലല്ലോ. എങ്ങനെയൊക്കെയാണ് ഇവൾ അഹങ്കരിച്ച് നടന്നത്. എല്ലാവരെയും ചതിച്ചിട്ട് ഇപ്പോൾ അവസാനം സ്വയം പടുകുഴിയിൽ വന്ന് വീണിരിക്കുകയാണ്. ഇവൾ ചെയ്ത തെറ്റുകൾക്ക് ഇതൊന്നും മതിയാവില്ല ശിക്ഷ. വേഗം തന്നെ ക്ഷേത്രത്തിലേക്ക് പോട്ടെ, അല്ലെങ്കിൽ എൻ്റെ ജോലി മുടങ്ങും, അന്നദാനം കിട്ടുകയുമില്ല. അപ്പോൾ മേഘയാണെങ്കിൽ മനോഹരനെ കണ്ടിട്ടില്ല. അവൾ ആ കെട്ടിടത്തിനകത്തേക്ക് പോവുകയും ചെയ്തു. അത്രയും സമയം ജോലി ചെയ്തപ്പോഴേക്കും മേഘ തളർന്നു പോയിട്ടുണ്ടായിരുന്നു. അവൾക്ക് നടക്കാനാവാതെ അവൾ അകത്ത് ക്ഷീണിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അയാൾ വന്നിട്ട് വഴക്ക് പറയുന്നുണ്ട്, എന്താ ഇവിടെ ഇങ്ങനെ കാഴ്ചയും കണ്ട് നിൽക്കുന്നത്, പോയി ജോലി ചെയ്, ഓണർ വന്ന് എന്നെ വഴക്ക് പറയുക എന്ന് പറഞ്ഞിട്ട് അയാൾ മേഘയെ വഴക്ക് പറയാണ്. മേഘ ഒന്നും പറയാതെ പേടിച്ചിട്ട് അയാളെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇങ്ങനെ മടിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ നിനക്ക് പറഞ്ഞതുപോലെ 500 രൂപയൊന്നും തരില്ല, പകുതി പൈസയെ തരുള്ളൂ. അതുകൊണ്ട് മര്യാദയ്ക്ക് പോയിട്ട് ജോലി ചെയ്യാൻ നോക്ക്, അങ്ങനെയാണെങ്കിൽ മാത്രമേ പറഞ്ഞ പൈസ നിനക്ക് തരുള്ളൂ. മേഘ ഒന്നും പറയാതെ വീണ്ടും ജോലി ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത തവണ മേഘ ആ ഒരു സിമൻ്റ് എടുത്ത് വരുന്ന സമയത്ത് അവൾ കാല് തെറ്റിയിട്ട് അവിടെ വീഴുകയാണ്. അവൾ വല്ലാതെ ടയേർഡായിട്ടുണ്ടായിരുന്നു. അവളുടെ മുഖമൊക്കെ ആകെ ക്ഷീണിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ചേച്ചി വന്നിട്ട് മേഘയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. എന്താ മോളെ, എന്ത് പറ്റി, ശ്രദ്ധിച്ച് നടക്കണ്ടേന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ അപ്പോഴേക്കും മേസ്ത്രി വന്നിട്ട് മേഘയെ വീണ്ടും വഴക്ക് പറയാണ്, നിങ്ങൾക്ക് ഇത്ര പോലും കഴിവില്ലേ, ഈ ഒരു ചെറിയ പാത്രം തൂക്കിയിട്ട് വരുമ്പോഴേക്കും താഴെ വീഴുകയാണോ, അതുകൊണ്ടാണ് നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ ഞാൻ ജോലിക്കെടുക്കാത്തത്. പഠിച്ച ആളുകൾക്ക് പഠിച്ച ജോലി മാത്രമേ പറ്റുള്ളൂ, അല്ലാതെ ഇതുപോലുള്ള ജോലികളൊന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളെപ്പോലുള്ള ആളുകളെ ജോലിക്കെടുത്തു കഴിഞ്ഞാൽ മുതലാളിമാരുടെ ചീത്ത ഞാൻ കേൾക്കേണ്ടി വരും. ഇനിയിപ്പോൾ ഇത് കണ്ട ഓണർ എന്നെയാ വഴക്ക് പറയുക, മര്യാദയ്ക്ക് പോയി ജോലി ചെയ്യാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അയാൾ മേഘയെ വീണ്ടും വഴക്ക് പറയാണ്. മേഘയാണെങ്കിൽ ഒന്നും പറയാതെ ഒക്കെ കേട്ട് നിൽക്കുന്നുണ്ട്. ആ ചേച്ചിയാണെങ്കിൽ മേഘയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എഴുന്നേൽക്കാനൊക്കെ. അടുത്ത തവണ മേഘയ്ക്ക് കൊണ്ടുവരാനുണ്ടായിരുന്നത് ഇഷ്ടികയായിരുന്നു. പക്ഷേ മേഘ സിമൻറ്റ് കൊണ്ടിട്ടതുപോലെ തന്നെ വളരെയധികം ഫാസ്റ്റായിട്ട് അത് നിലത്തേക്ക് ഇട്ടപ്പോൾ അത് പൊട്ടിച്ച് കഷ്ണമായി പോയി. അത് കണ്ടപ്പോൾ മേസ്ത്രി ആണെങ്കിൽ മേഘയെ നല്ലോണം വഴക്ക് പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓണറുടെ ചീത്ത ഞാനാ കേൾക്കേണ്ടി വരിക. നിങ്ങളെപ്പോലുള്ള ആളുകളെ ജോലിക്ക് ചേർത്താൽ ഞാനായിരിക്കും വഴക്ക് കേൾക്കേണ്ടി വരിക. നീ ഒരു കാര്യം ചെയ്, ഇന്നത്തെ ജോലിയുടെ ശമ്പളവും വാങ്ങിയിട്ട് പോവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അയാൾ പോക്കറ്റിൽ നിന്നും പണം എടുത്തിട്ട് മേഘയ്ക്ക് കൊടുക്കുവാണ്. അയാൾ പോക്കറ്റിൽ നിന്നും 200 രൂപയാണ് മേഘയ്ക്ക് എടുത്തു കൊടുത്തത്. മേഘ അത് വാങ്ങിയിട്ട് നോക്കിയിട്ട് അതിശയത്തോടെ പറയാണ്, എന്താ ഏട്ടാ, 200 രൂപയല്ലേ ഇതുള്ളൂ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്താലാണ് മുഴുവൻ പണം തരുന്നു പറഞ്ഞത്, അല്ലാതെ ഇത്ര പണി ചെയ്തതിന് ഞാൻ എന്തിനാ നിനക്ക് മുഴുവൻ പൈസ തരുന്നത്.
മര്യാദയ്ക്ക് ഇത് വാങ്ങിച്ചിട്ട് ഇവിടുന്ന് പോവാൻ നോക്ക്. അപ്പോൾ മേഘ വാശി പിടിക്കുകയാണ്. ഇല്ലില്ല, എനിക്ക് നിങ്ങൾ പറഞ്ഞതുപോലെ മുഴുവൻ പണവും തരാൻ നോക്ക്. അതെ അതെ, നീ ചെയ്ത ജോലിക്ക് നിനക്ക് മുഴുവൻ പണവും തരേണ്ടതുണ്ട്. മര്യാദയ്ക്ക് പോവാൻ നോക്ക്. അപ്പോൾ മേഘയ്ക്ക് ദേഷ്യം കയറാണ്. എന്താ, ഭീഷണിപ്പെടുത്തുകയാണോ? എന്നെ പറ്റിക്കാന്നാണോ കരുതിയത്? മര്യാദയ്ക്ക് എനിക്ക് തരാമെന്ന് പറഞ്ഞ പണം മുഴുവൻ തരാൻ നോക്ക്. അപ്പോൾ അയാളും വിട്ടുകൊടുക്കുന്നില്ല. പറഞ്ഞ പണി ചെയ്യാൻ പോലുള്ള കഴിവില്ല, എന്നിട്ട് പണത്തിന് വേണ്ടിയിട്ട് അവൾ അടികൂടുകയാണ്. തന്ന പണം വാങ്ങിയിട്ട് മര്യാദയ്ക്ക് പോവാൻ നോക്ക്. അയാൾ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകാൻ നോക്കിയപ്പോഴേക്കും മേഘയും ഇളകിയിട്ടുണ്ടായിരുന്നു. മേഘ പറയുന്നുണ്ട്, ഏയ് നിൽക്കടാ അവിടെ. അത് കേട്ടപ്പോൾ അയാൾ ഞെട്ടിയിട്ട് തിരിഞ്ഞു നോക്കുകയാണ്. എന്നിട്ട് അയാൾ അതിശയത്തോടെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പം നീ ആരെയാ വിളിച്ചത്? അപ്പോൾ മേഘ തിരിച്ചു പറയുന്നുണ്ട്, നിന്നെ തന്നെയാടാ. മര്യാദയ്ക്ക് പറഞ്ഞ മുഴുവൻ ശമ്പളവും തരാൻ നോക്കടാ. ഏയ് നീ എന്താ നിൻ്റെ ഇഷ്ടത്തിന് വാടാ പോടാന്നൊക്കെ വിളിക്കുന്നത്? ഞാൻ നിൻ്റെ വയസ്സിന് മൂത്തതാണെന്ന് നിനക്കറിയില്ലേ? മര്യാദയ്ക്ക് സംസാരിക്കേ. അപ്പോൾ മേഘ പറയുന്നുണ്ട്, നിനക്ക് എന്ത് മര്യാദ തരാനാടാ? മര്യാദയ്ക്ക് പറഞ്ഞ പൈസ തരാൻ നോക്ക്. നിന്നോട് മര്യാദയ്ക്ക് സംസാരിക്കാനാണ് പറഞ്ഞത്. നീ ആരാന്നാ നിൻ്റെ വിചാരം? അയാൾ വിട്ടുകൊടുക്കുന്നില്ല. അപ്പോൾ മേഘയാണെങ്കിൽ അയാളുടെ ചെകിട്ടത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. ഏയ് ആരാന്നാ നിൻ്റെ വിചാരം? നീ എന്താ പറഞ്ഞ പൈസ തരാതെ തന്നെ പറ്റിക്കാന്നാണോ കരുതിയത്? മര്യാദയ്ക്ക് എനിക്ക് തരാനുള്ള പൈസ തന്നോ, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. അയാളുടെ ചെകിട്ടത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചിട്ടാണ് മേഘ സംസാരിക്കുന്നത്. താടാ, തരാമെന്ന് പറഞ്ഞ പൈസ താ. അപ്പോൾ അയാളാണെങ്കിൽ എല്ലാവർക്കും മുന്നിൽ നാണം കെട്ട് നിൽക്കുകയാണ്. മര്യാദയ്ക്ക് പൈസ താ എന്ന് പറഞ്ഞു കേട്ടതും അയാൾ വേഗം പേടിയോടെ പോക്കറ്റിൽ നിന്ന് ബാക്കിയുള്ള പണം കൂടി എടുത്തിട്ട് മേഘയ്ക്ക് കൊടുക്കുവാണ്. അപ്പോൾ മേഘ അത് വാങ്ങിയിട്ട് അയാൾ മേഘയോട് പറയുന്നുണ്ട്, നീ ആരാണെന്ന് അറിയാതെയാണ് നിന്നെ ജോലിക്ക് ചേർത്തത്. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോവാൻ നോക്ക്. മേഘ അയാളെ നോക്കിയിട്ട് മുരണ്ടുകൊണ്ട് അവിടെ നിന്ന് ആ പണവുമായിട്ട് പോവുകയാണ്. അപ്പോൾ ബാക്കിയുള്ള തൊഴിലാളികളൊക്കെ അയാളെ നോക്കി നിൽക്കുന്നുണ്ട്. അയാളാണെങ്കിൽ മേഘ തല്ലിയ കവിളിൽ കൈവച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ളവരോട് പറയുന്നുണ്ട്, ഇവളൊക്കെ ശരിയായ റൗഡിയാണെന്നാണ് തോന്നുന്നത്. പാവം തോന്നി ജോലി കൊടുത്തതിന് എനിക്ക് തന്നെ പണി തന്നിട്ട് പോയി. ആ മതി, നിങ്ങളൊക്കെ പോയി നിങ്ങളുടെ ജോലി നോക്കാൻ നോക്ക്. അപ്പോൾ അവരൊക്കെ പേടിച്ചിട്ട് അവരവരുടെ ജോലിക്ക് പോവുകയാണ്. അയാൾ മേഘ തല്ലിയ കവിളിൽ കൈവച്ച് നിൽക്കുകയാണ് വേദന കൊണ്ട്. അപ്പോൾ മഹേഷിനെയും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോലീസുകാർ. ആ സമയത്ത് അയാൾ മഹേഷിനോട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക് മഹേഷ്, ഇനി ഒരു പ്രാവശ്യം കൂടി നീ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നിന്നെ എൻകൗണ്ടറിൽ വെടിവെച്ചിടാനാണ് കമ്മീഷണർ ഓർഡർ ഇടുക. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇന്ന് തൊട്ട് കോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നിനക്കൊരു പ്രശ്നവും ഇല്ല. ഇല്ലെങ്കിൽ കമ്മീഷണർ നല്ല ദേഷ്യമുള്ള ആളാണ്. നിന്നെ എൻകൗണ്ടറിൽ കൊല്ലാൻ വേണ്ടി വരെ അയാൾ ശ്രമിക്കും. അപ്പോൾ മഹേഷും പറയുന്നുണ്ട്, ഞാൻ എന്തിനാ സാർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്? ഞാൻ നിങ്ങളുമായിട്ട് കോപ്പറേറ്റ് ചെയ്തോളാം സാർ. അങ്ങനെയാണെങ്കിൽ അനങ്ങാതെ വരാൻ നോക്ക്. അങ്ങനെ അല്പദൂരം കൂടി മുന്നോട്ട് പോയി ആളൊഴിഞ്ഞൊരു സ്ഥലത്തെത്തിയ സമയത്ത് മഹേഷിൻ്റെ കുരുട്ടുബുദ്ധി പ്രവർത്തിക്കുകയാണ്. അവൻ ചുറ്റിലും നോക്കുന്നുണ്ട് എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നുള്ളത്. അപ്പോൾ അവന് മനസ്സിലായി വണ്ടിയുടെ നിയന്ത്രണം കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ അവൻ അപ്പോൾ ആ സമയത്ത് രക്ഷപ്പെടാൻ സാധിക്കുന്നുള്ളത്. അങ്ങനെ പോലീസുകാർ പോലും പ്രതീക്ഷിക്കാത്ത ആ സമയത്ത് മഹേഷ് ആ ബൈക്കിൻ്റെ ഗതി തെറ്റിക്കുകയാണ്. നിയന്ത്രണം വിട്ട സമയത്ത് അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നില്ല. അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഏയ് നീ എന്താ ഈ ചെയ്യുന്നത്? അയാളെ കൊണ്ടാവുന്നത് പോലെയൊക്കെ അയാൾ ശ്രമിച്ചെങ്കിലും വണ്ടി അയാളുടെ നിയന്ത്രണത്തിൽ വരുന്നില്ല. അവസാനം ഒരു മൈതാനം പോലുള്ള സ്ഥലത്തെത്തിയപ്പോൾ വണ്ടി നിയന്ത്രണം വിട്ട് വീഴുകയാണ്. അവർ 3 പേരും വീഴുന്നുണ്ട്. പിന്നീട് അവർ മഹേഷുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണെങ്കിലും മഹേഷിന് അവരെക്കാളും കൈക്കരുത്തും കുബുദ്ധി ഉള്ളത് കൊണ്ട് തന്നെ മഹേഷ് അവരുടെ അടുത്തുനിന്ന് പൊരുതുവാണ്. ഇത്തവണയും മഹേഷ് രക്ഷപ്പെടണമെന്ന് ഉറപ്പിച്ചിട്ട് തന്നെയായിരുന്നു ഫൈറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ അവൻ ആ പോലീസുകാരെ തലങ്ങും വിലങ്ങും അടിച്ചു കൂട്ടുവാണ്. തന്നെക്കാളും ആരോഗ്യമുള്ള പോലീസുകാരെ ഒരുപാട് അടിച്ചതിന് ശേഷം മഹേഷ് അതിൽ SIയുടെ അടുത്തെത്തിയ സമയത്ത് കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അയാൾ ആവുന്നതും പറയുന്നുണ്ട്, ഏയ് വേണ്ട മഹേഷ് വേണ്ട. പക്ഷേ ഒന്നും ശ്രദ്ധിക്കാതെ മഹേഷ് അയാളുടെ വയറ്റിൽ നോക്കി ആ കത്തി കുത്തി ഇറക്കുവാണ്. കത്തി കുത്തി കൊണ്ടപ്പോൾ തന്നെ അയാൾ അവിടെ നിലത്തേക്ക് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റേയാൾ പറയുന്നുണ്ട്, മഹേഷ് വേണ്ട, നീ തെറ്റിനുമേൽ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വേണ്ട. പക്ഷെ അതൊന്നും കേൾക്കാൻ മഹേഷ് തയ്യാറല്ലായിരുന്നു. അവൻ രണ്ടാമത്തെ പോലീസുകാരൻ്റെ വയറ്റിലേക്കും കത്തി കുത്തി ഇറക്കുകയാണ്. എന്നെ പിടിച്ചുകൊണ്ട് പോകാമെന്നാണോ നീയൊക്കെ കരുതിയത്? ചാവ് എന്നും പറഞ്ഞിട്ട് മഹേഷ് പിറുപിറുത്തുകൊണ്ട് അയാളെ അവിടെ നിലത്തേക്ക് തള്ളിയിട്ടിട്ട് അവരുടെ കയ്യിൽ നിന്നും വീണിട്ടുണ്ടായിരുന്ന ആ ബൈക്ക് എടുത്തിട്ട് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുകയാണ്. അവർ രണ്ടുപേരും കത്തി കുത്തുകൊണ്ടിട്ട് വേദന കൊണ്ട് പൊളയുകയാണ്. അപ്പോൾ മഹേഷ് വേഗം ബൈക്ക് എടുത്തിട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാൾ അതിൽ നിന്ന് ഒരു പോലീസുകാരൻ വേഗം ഫോൺ എടുത്തിട്ട് കമ്മീഷണറെ വിളിക്കുകയാണ്, സർ ഞങ്ങൾ രണ്ടുപേരെയും കത്തി കൊണ്ട് കുത്തിയിട്ട് മഹേഷ് ഇവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് സർ. അവൻ രക്ഷപ്പെട്ടു സർ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ബോധം കെട്ട് പോവുകയാണ്. മഹേഷ് ആ സമയം കൊണ്ട് ബൈക്കും എടുത്തിട്ട് സ്റ്റാർട്ടാക്കി അവിടെ നിന്ന് പോയി. മേഘയാണെങ്കിൽ അവളുടെ ആ ഒരു ചെറിയ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. കൈയൊക്കെ മുറിവായത് കാരണം മേഘ മയിൽപ്പീലിയിൽ തേനാക്കിയിട്ട് കയ്യിൽ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുകയാണ്. വേദന കൊണ്ട് അവൾക്ക് സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അവളിങ്ങനെ കൈ ഊതിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് അവൾക്ക് ഓർമ്മ വരുന്നത് മഹേന്ദ്രൻ അവൾ ആദ്യമായിട്ട് മഹേന്ദ്രൻ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനിയുടെ MD ആക്കിയ ആ ഒരു ദിവസമാണ്. അപ്പോൾ അവൾ ആ ഒരു ദിവസത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. സിദ്ധാർത്ഥ് ഉൾപ്പെടെ അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും മേഘയ്ക്ക് അന്ന് കൺഗ്രാറ്റ്സ് പറഞ്ഞതൊക്കെ മേഘയുടെ മനസ്സിലേക്ക് വരികയാണ്.
അത്രയും വലിയൊരു കമ്പനിയുടെ ചെയർമാൻ ആയിട്ടുണ്ടായിരുന്ന താൻ ഇന്ന് ഒന്നിനും വകയില്ലാതെ ഒരു കൂലിപ്പണി ചെയ്യേണ്ട ഗതികേടിലായതൊക്കെയാണ് മേഘ ഓർക്കുന്നത്. അതുമാത്രമല്ല, ഓഫീസിലിരുന്ന സമയത്ത് അവിടുത്തെ സ്റ്റാഫുകളോട് പറഞ്ഞ കാര്യങ്ങളുണ്ടായിരുന്നു. അച്ഛൻ സൈൻ ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ്, ഫയലുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് വന്നോളൂ, ഇനി മുതൽ ഞാൻ സൈൻ ചെയ്തോളാം. അങ്ങനെ ഓഫീസിൽ അവൾ അധികാരത്തിലേറിയതിനു ശേഷമുള്ള എല്ലാ കാര്യങ്ങളും മേഘയുടെ മനസ്സിലേക്ക് വരികയാണ്. താൻ വലിയൊരു സെലിബ്രിറ്റിയെ പോലെ അവിടെ എൻജോയ് ചെയ്തിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. തൻ്റെ വാക്കിനായിരുന്നു എല്ലാവരും വില കൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാര്യങ്ങളൊക്കെ മേഘയുടെ മനസ്സിലേക്ക് വരികയാണ്. ഓരോ സ്ഥലത്തും വണ്ടി ഓടിച്ചിട്ടാണെങ്കിലും ഒക്കെ താൻ എല്ലാ മേഖലയിലും തൻ്റെ കഴിവ് തെളിയിച്ചതൊക്കെയാണ് മേഘ ഓർത്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്തും കൈ വേദനിക്കുന്നത് കൊണ്ട് അവളിങ്ങനെ മയിൽപ്പീലി വെച്ചിട്ട് കൈ തടവിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. കാറിൽ നിന്ന് ഇറങ്ങി വന്ന് വലിയ ആളായിട്ടൊക്കെ റോട്ടിൽ നിന്ന സമയത്തും മേഘയുടെ മനസ്സിൽ ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. ചന്ദ്രിക, ഞാൻ അനുഭവിക്കുന്ന ഓരോ അപമാനത്തിനും നീയാണടി കാരണം. എല്ലാ കാരണവും നീ മാത്രമാണ്. നീ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് എൻ്റെ നാശവും എൻ്റെ അധപ്പതനവും തുടങ്ങിയത്. ഇതിനെല്ലാത്തിനുമുള്ള മറുപടി ഞാൻ നിനക്ക് എന്തായാലും തരും. അത് നിന്നെക്കൊണ്ട് സഹിക്കാനാവുന്ന അടിയായിരിക്കില്ല. നീ തകർന്നു പോവും. അത് നിന്റെ മരണത്തോട് മാത്രമേ അവസാനിക്കുള്ളൂ. മേഘ മനസ്സിൽ ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ പ്രതികാരത്തിന് ശേഷം പിന്നീട് നീ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. എന്നോട് തെറ്റ് ചെയ്ത എല്ലാവർക്കുമുള്ള ആദ്യത്തെ ശിക്ഷ നിൻ്റെ മരണം കൊണ്ടായിരിക്കും ഞാൻ കൊടുക്കുക. ഇത് മേഘയാണ് തീരുമാനിക്കുന്നത് എന്നൊക്കെ മേഘ ഇങ്ങനെ സ്വയം ചിന്തിക്കുകയാണ്. എന്നിട്ട് അവളുടെ കൈകളിൽ ആ മുറിവിന് മുകളിൽ വീണ്ടും മരുന്നിങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കുകയാണ്. മേഘയുടെ മനസ്സ് നിറയെ ചന്ദ്രികയോടുള്ള പ്രതികാരം തന്നെയായിരുന്നു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.